ഉദ്ദേശിക്കുന്ന കാര്യത്തിനൊന്നല്ല ഞാൻ വിളിക്കുന്നത്. നീ വിളിക്കുന്നതൊക്കെ എന്തിനാക്കെ നന്നായിട്ട് അറിയാം. അല്ലാണ്ട് പറയുന്നില്ല നീ എന്നെ വിളിച്ചേ. വേറൊരു കാര്യം കൂടി ഉണ്ട്. അല്ല, ഇത് നമുക്ക് ഇത് നാളത്തേക്ക് മാറ്റാൻ പറ്റുമോ? നാളത്തേക്ക് മാറ്റിയാൽ പിന്നെ ഒരു ദിവസം കൂടി ചെയ്യില്ലേ? ഇന്ന് വാ. എന്നാ എനിക്ക് കുറച്ച് രാവിലെ വിളിക്കായിരുന്നില്ലേ? അവിടെ എന്നാ കാര്യം പറ. അത് ഞാൻ നേരിട്ട് പറയാമല്ലോ ചേച്ചിനോട്. നേരിട്ട് പറയാന്ന് പറയുമ്പോ നീ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. അതല്ലാണ്ട് വേറെ എന്നാ എനിക്ക് നേരിട്ട് എന്നോട് പറയാനുള്ളത്? കെട്ടിയവൻ ദൂരേടിയോ പോയല്ലേ? ദൂരെ പോയിട്ടൊന്നുമില്ല, ജോലിക്ക് പോയതാണ്. അങ്ങനെ ഇവിടെയില്ല, ജോലിക്ക് പോയതാണ്. മേലത്തെ തള്ളയും പോയാ? അതാ അടുത്തന്നെ ഉണ്ട്. പിന്നെ നീ ഇത്ര ധൈര്യത്തിൽ എന്നെ വിളിക്കാൻ അതല്ലേ ഇരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെയല്ലല്ലോ. എന്നോടൊരു കാര്യം പറയാൻ ഞാൻ വിളിച്ചു, അതുകൊണ്ട് വിളിച്ചതാണ്. കാര്യം പറയാൻ അതിപ്പോ ഫോണിൽ പറഞ്ഞൂടെ? ഫോണിൽ പറയാൻ പറ്റുമോ? നീ വരൂല? നീ കാര്യം അത്ര അർജന്റാങ്കിൽ വരാന്ന് വിചാരിച്ചിട്ടാണ്. അതാ ചോദിച്ചേ. വരണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവിടുന്ന് പാട് വിട്ട് വരണം. പ്രത്യേകിച്ചിട്ട് എന്തെങ്കിലും പരിപാടി നടക്കുവോ? ഞാനൊരു കാര്യം പറയാനുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ സോപ്പിട്ട് പിടിക്കാൻ പറ്റുമോ? ആരാ? ഹസ്ബൻഡിനെ നമുക്ക് സോപ്പിട്ട് പിടിക്കാൻ പറ്റുമോ? സോപ്പിട്ടിട്ട് ആളെ പിടിക്കാൻ എന്തിന്? അതെല്ലാം ഉണ്ട്. കാര്യം പറ. കാര്യം പറ. അങ്ങേരെ കുറച്ച് ജീവൻ കൊടുത്തിട്ട് അപ്പൊ നീ അങ്ങേരെ സോപ്പിട്ട് പിടിച്ചാല് തന്നെയാണ് ഈ കാര്യം. എന്ത് കാര്യം? എനിക്ക് അന്നേരം ധൈര്യമായിട്ട് വീട്ടിലോട്ട് വരാം. ഓ അത് ശരി. അങ്ങേരെ ഞാൻ ഫ്രണ്ട്സ് ആക്കിയിട്ട് ഞാൻ നിന്റെ വീട്ടില് സ്ഥിരമായിട്ട് വരാൻ പറ്റുമെന്നല്ലേ? അപ്പം എനിക്ക് ഒരു പ്രശ്നമില്ലല്ലോ. എനിക്ക് അങ്ങനെ കാണണം തോന്നുമ്പോ വരാം. സന്ധ്യ ആയാലും വരാം, രാത്രി ആയാലും വരാം, ഏത് സമയത്തും വരാലോ. അതുകൊണ്ട് എനിക്കെന്നാണോ കാര്യം? അങ്ങേര് നല്ല ഫോമിലായി ആണോ? ഫോമിലാക്കാൻ ഞാനാക്കാനാ? നീ ഫ്രണ്ട്സായ പിന്നെ എനിക്ക് പേടിക്കണ്ടേ? അല്ല, അതിപ്പോ നമ്മുടെ പരിപാടി രാവിലെ വന്നാലും നടക്കുമല്ലോ. ധൈര്യത്തിൽ വരണ്ടിക്കലാ പറഞ്ഞേ. എനിക്ക് വീട്ടിൽ എപ്പ വേണ്ടിക്കലും പിന്നെ വരാം. എന്നിട്ട് നമ്മുടെ കാര്യം രാത്രി നടത്താന്നോ നീ പറയുന്നത്? നീ അങ്ങേരെ സോപ്പിട്ട് പിടിച്ച് ഒരു ഫ്രണ്ട്സിനെ പോലെ ആക്കി കഴിഞ്ഞാല് അങ്ങേരെ നല്ല ഒത്തി ഇങ്ങനെയുള്ള കൂട്ടത്തിലാ. അല്ല, അതെനിക്കറിയാം. നീ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, രണ്ടെണ്ണ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നല്ല ഫോമാണ് ആശാൻ, പിന്നെ മതി പറഞ്ഞങ്ങ് കളി നടത്താറുണ്ടെന്നൊക്കെ പറഞ്ഞെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. നീ അങ്ങനെയൊന്ന് ഇതാക്കിയാല് നമ്മളെ കാര്യവും നടക്കും, അങ്ങേരെ കാര്യവും നടക്കും. അല്ല, അങ്ങേരെ കാര്യം നടക്കും, നമ്മളെ കാര്യം നടക്കും. നീയും അങ്ങേരും തമ്മിലുള്ള പരിപാടി നടക്കുമല്ലേ ചെയ്തിട്ട് ഞാൻ നോക്കി നിൽക്കേണ്ടി വരുമോ? അങ്ങനെ രണ്ടിനും ബിസിനസ് അനങ്ങാണ്ട് നല്ല സുഖത്തിലങ്ങ് ഉറക്കിക്കൊള്ളു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്താൻ പറ്റും. നമ്മളെ പരിപാടി ഉറപ്പാന്നാ? നമുക്ക് നോക്കാം, ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ. ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാ അങ്ങേരുമായിട്ട് മുട്ടുക? നിന്റെ ഇതുപോലെ ഇരിക്കുന്നു കഴിവ്. ഇല്ല, ഞാൻ അങ്ങേരെ കണ്ടാൽ തന്നെ മൈൻഡ് ചെയ്യാതെ ഓടി നടക്കുന്ന ഒരാളാണ് ഞാൻ. എന്നുവെച്ചാ എല്ലാം അതിപ്പോ എങ്ങനെ അങ്ങേരെ എങ്ങനെ ഫ്രണ്ട്സാക്കും? നീ ഒരു കാര്യം ചെയ്യുന്നാല്, നീ ഷോപ്പിലേക്ക് എനിക്ക് ഓർഡർ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി എന്തെങ്കിലും ഓർഡർ തന്നിട്ട് ഞാന് വൈകുന്നേരം അങ്ങേരുള്ളേരം വന്ന് അങ്ങനെ ഒന്ന് എന്നോട് വരുമ്പോഴേക്കും ആളൊരു കമ്പനി ആവൂലേ? കമ്പനി ആക്കാം. അങ്ങനെ ചെയ്യാം. എനിക്ക് ഞാൻ ഓർഡർ തരാം. അപ്പൊ നീ നാളെ അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ലേ? കൊണ്ടുവരാൻ പറ്റും. അന്നേരം
ഒന്ന് രണ്ട് ഓർഡർ തന്നെ അങ്ങേരായിട്ട് സംസാരിച്ച് ഒരു കമ്പനി ആക്കാനുള്ള പരിപാടി നോക്കാം. അല്ല അത് അത് ചെയ്യാം. പക്ഷെ നീ ഇന്ന് വിളിച്ചതിന്റെ കാര്യം പറ. ഇന്ന് വിളിച്ച് ഓടി വന്ന സമയം കിട്ടുമോ? കുറച്ച് സമയം തരുമോ? അതിപ്പോ നടക്കുന്നു തോന്നുന്നില്ലോ. നീ ഇത് ചെയ്യാതെ. ഇത് ഞാൻ ചെയ്യാം. നീ വിളിച്ചേ ഇത് പറയാനാണോ വിളിച്ച? അല്ലെങ്കിൽ ഞാൻ ഇത് പറയാനാണ് വിളിച്ചത്. 11 മണിക്ക് എത്ര എന്ന് പറഞ്ഞതാ? കൂട്ടത്തില് അതും കൂടി നടക്കുമല്ലോ അല്ലേ? എന്നാ ഞാൻ നേരിട്ട് വന്നിട്ട് അപ്പൊ അത് പറഞ്ഞപ്പോ എനിക്ക് വേഗം വരാൻ പറ്റില്ലേ? ഒരു കാര്യം ചെയ്യ്, ഇത് ഞാൻ കേട്ടിട്ടില്ല. വന്നിട്ടാകുമ്പോ നേരിട്ട് പറഞ്ഞു തന്നാ മതി. ഇത് ഞാൻ കേട്ടില്ല. വന്നിട്ടാകുമ്പോ നേരിട്ട് പറഞ്ഞു തന്നാ മതി. എന്നാ പിന്നെ അതുകൂടി ഞാൻ നിന്നോട് പറഞ്ഞത്. അത് ഞാൻ അറിയില്ലല്ലോ. നീ പറഞ്ഞ അതല്ല, ഞാൻ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് വേറെ എന്നാ കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ വിചാരിച്ച് എനിക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ലല്ലോ. ഉദ്ദേശിക്കില്ലേ? ഇപ്പം വന്നാല് ഒരു 11:30 ആകുമ്പോഴേക്ക് എത്തിയാല് ഈ കാര്യം നടക്കും. നാളത്തെ കാര്യം നടത്തണ്ടേ? നാളത്തെ കാര്യം നീ നടത്തിയാൽ എനിക്ക് നല്ലത്. അത് ശരി, എനിക്ക് മാത്രമേ നല്ലുള്ളൂ. എനിക്കോ? അതെ, ഞാൻ ചോദിക്കുന്നത് അല്ല, ഗുണം എനിക്ക് തന്നെ. ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറയുന്നത് നാളെ ഇതെല്ലാം കഴിഞ്ഞാല് കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കും അല്ലേ? അല്ല പിന്നെ നീ പറയാ അങ്ങേരുടെ ഇരിക്കല്ലേ, എങ്ങനെയാ ചെയ്യാന്നിട്ട് എന്നെ അവിടുന്ന് പുറത്താക്കുവോ രാത്രി ആവുമ്പോ? ഉറപ്പാ? മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ? എന്നാലും എനിക്ക് അതങ്ങ് ചിന്തിക്കാൻ പറ്റുന്നില്ല. അങ്ങേരവിടെ അഥവാ നീ പറയല് രണ്ടിലൊന്നും ഒതുങ്ങിയിട്ടില്ലെങ്കിൽ അങ്ങേരെ എഴുന്നേറ്റ് വരുമോ ലാസ്റ്റ്? അതെനിക്കറിയുള്ളൂ. അതിനൊക്കെ ഞാൻ മിടുക്കനാണ്. പക്ഷെങ്കില് അങ്ങനത്തെ അതിനുള്ള സമയം മെനക്കെട്ടിട്ട് പോയാ ഒന്നും നടക്കണ്ടായി പോയോ? ഇപ്പൊ ഉള്ള ഇതുപോലും ഇല്ലാണ്ടായി പോകുന്നാ ചോദിച്ചേ. അല്ല, ഇതുവരെ ആകെ എന്നെ അറിയില്ല. അതുകൊണ്ട് അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ സംശയം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എനിക്ക് വരാനേ പറ്റൂല കേട്ടോ. അറിയാണ്ടെന്ന് മതി. ആദ്യം ഞാൻ പറഞ്ഞ കാര്യം നടത്തി. എന്ത്? ഞാൻ പറഞ്ഞ കാര്യമോ ആദ്യം നടത്തി. നാളെ നീ അങ്ങനെ കാണും. നാളെ ഞാൻ അങ്ങനെ കാണ്ടിക്ക് നീ ആദ്യം എന്നെ വിളിക്കണ്ടേ? അതെ, ഞാൻ ഇന്ന് ഓർഡർ ചെയ്തോ? അപ്പൊ നാളെ അങ്ങനെ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോ ഞാനൊരു 11:30 ആകുമ്പോഴേക്ക് എത്തും. അന്ന് ആ സമയമാകുമ്പോഴേക്കും ഒന്ന് റെഡിയായി നിൽക്കുക കേട്ടോ. എന്തൊക്കെ തള്ളേന്ന് അവിടെ ഇല്ലല്ലോ? തള്ളിയൊന്നുമില്ല. അവിടെ എത്തുമ്പോ പെട്ടെന്ന് പോന്ന് പറയാ. ഇല്ല, സംഗതിയൊക്കെ പതുക്കെ നടക്കുള്ളൂ. ഞാൻ വെറുതെ വിളിച്ചതല്ല. ഇല്ല, എന്താ എല്ലാം കൂടി വിളിച്ചാവത്തായിന്ന് പറയുന്നു. നീ ദൂരെ എവിടെയാന്നല്ലേ പറഞ്ഞേ? ഞാൻ വിചാരിച്ചേ കുറച്ച് ദൂരം തന്നെയാന്ന്. ഞാൻ പെട്ടെന്ന് പറന്ന് വരുമല്ലോ, അതുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിക്കാൻ പറ്റുവാ? വല്ലപ്പോഴും കിട്ടുന്നില്ലേ? എന്നാലേ നീ ഇത് നോക്ക് കേട്ടോ. ഞാൻ റെഡിയായി നിൽക്കാം. ഓക്കെ.